بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد സ്നേഹാദരവുകൾ നിറഞ്ഞ പണ്ഡിതരെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുത്തുനബിയുടെ മീലാദ് ലോകമാകമാനം കൊണ്ടാടുന്ന ഈ സുന്ദര സമയത്ത് ഞാനും അവിടുത്തെ മദ്ഹ് അല്പം വാഴ്ത്തി അവസാനിപ്പിക്കാം. അതൻ തുണക്കട്ടെ. പരകോടി വിശ്വാസികളുടെ ഹൃദയാന്തരം പ്രകാശം പൊഴിക്കുന്ന പൗർണമിയാണ് മുത്തുനബി. അവരുടെ കീർത്തനങ്ങൾ വാമൊഴിയായാലും വരമൊഴിയായാലും അന്ത്യനാൾ വരെ ഒരാൾക്കും അടിയാളപ്പെടുത്താൻ സാധ്യമല്ല. അത്രത്തോളം പാരവാരം പോലെ പരന്നു കൊടുക്കുകയാണ് മുത്തിന്റെ കീർത്തനങ്ങൾ. അല്ലാഹു തആല തന്നെ പറഞ്ഞല്ലോ, വറഫഅനാ ലക ദിക്റക, നബിയേ, അങ്ങയുടെ കീർത്തി നാം ഉയർത്തിയിരിക്കുന്നു എന്ന്. അതെ, ആ കീർത്തി പൂർത്തീകരണം അസാധ്യം തന്നെ. അവിടുത്തെ കീർത്തനങ്ങൾ ഏത് സമയത്തും പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്വലാത്തിന്റെ സ്വരരാഗങ്ങൾ സദാ ഹബീബിനെ സമ്മാനിക്കപ്പെടുമ്പോൾ ഒരു സെക്കൻഡും അവിടുത്തെ പുകഴ്ത്താത്തതായില്ല. കീർത്തനത്താളിൽ നിന്ന്, മുത്തുനബിയുടെ കീർത്തനത്താളിൽ നിന്ന് ചെറുതാൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിവർത്തി വാക്കുകൾക്ക് വിരാമമിടാം. കള്ളിലും കാമക്കൂത്തിലും ലയിച്ചും കണ്ണിൽ കാണുന്നതിനെ മുഴുവൻ ആരാധിച്ചും അരുതായ്മകളിൽ മാത്രം ആനന്ദം കണ്ടെത്തിയിരുന്ന അജ്ഞരായ അധമ വിഭാഗം, അതായിരുന്നു 6-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ ജനത. ഈ സമൂഹത്തിലേക്കായിരുന്നു മുത്തുനബിയുടെ യുഗപ്പിറവി. സ്നേഹ സമീപനം കൊണ്ടും സഹന മനോഭാവം കൊണ്ടും സത്യത്തിന്റെ സമ്പൂർണ്ണ സമർപ്പണം കൊണ്ടും അധമ വിഭാഗത്തെ സംസ്കാര സമ്പന്നരാക്കി എന്നുള്ളതാണ് മുത്തുനബിയുടെ ഏറ്റവും വലിയ ക്രെഡിറ്റ്. ജനിച്ചത് പെൺകുഞ്ഞെന്നറിഞ്ഞാൽ നിർഭയം ജീവനോട് കുഴിച്ചു മൂടിയ കാട്ടാളന്മാർക്ക് മുമ്പിൽ രണ്ട് പെൺമക്കളെ വിദ്യ നൽകി വളർത്തി വലുതാക്കിയവന് പരലോകത്ത് പ്രതിഫല കുമ്പാരമെന്ന് സന്ദേശം എത്തിച്ചു. ജ്ഞാന വെളിച്ചമേകി സ്ത്രീ സ്വാതന്ത്ര്യത്തിന് പിത്തുകൾ പാകി വർണ്ണവിവേചനത്തെ പടികടത്തി കറുകറുത്ത ബിലാൽ തങ്ങളെയും വെളുവെളുത്ത സൽമാനുൽ ഫാരിസി തങ്ങളെയും സഹോദരത്തിന് ഒരൊറ്റ പൂമാലയിൽ കോർത്തു. ഇങ്ങനെ അവിടുന്ന് രചിച്ച സുകൃത വിഭവങ്ങൾ വിവരിക്കാനാവില്ല. വിമർശകരുടെ ആരോപണ നൂലാമാല പോലെ അവിടുന്ന് വാളുകൊണ്ടല്ല പരിശുദ്ധ ദീനിനെ വളർത്തി വലുതാക്കിയത്, മറിച്ച് ഉത്കൃഷ്ടവും വരിഷ്ഠവുമായ സ്വഭാവത്തിലൂടെയായിരുന്നു. അല്ലാഹു തആല പറയുന്നു, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നബിയേ, അങ്ങ് വിശിഷ്ട സ്വഭാവത്തിനുടമയാണെന്ന്. അവിടുത്തെ സ്നേഹ സാമീപ്യം കണ്ട്, സ്നേഹ വായ്പ കണ്ട് എത്ര പേരാണ് വിശുദ്ധ ഇസ്ലാം പുൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര ചെയ്യുന്ന വഴിയിൽ എന്നും മലിനമാക്കുന്ന ഒരു ജ്യോതിസ്ഥിരുണ്ടായിരുന്നു. ഒരിക്കൽ ഈ പതിവ് ദർശിക്കാത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പെണ്ണിനെ അന്വേഷിച്ചു. രോഗസ്ഥയാണെന്നറിഞ്ഞു. അവളെ സന്ദർശിച്ചു. രോഗശമനത്തിനായി പ്രാർത്ഥിച്ചു. അവൾ അത്ഭുതപ്പെട്ടു. ഇദ്ദേഹത്തെയാണോ ഞാൻ ഇത്രനാൾ ബുദ്ധിമുട്ടിച്ചത്? ആ സ്വഭാവ മഹിമ കണ്ട് ഉടനടി ആ ജൂത സ്ത്രീ ഇസ്ലാം പുൽകി. ഇങ്ങനെ എത്ര മകുടോദാഹരണങ്ങളാണ് വിശുദ്ധ ഇസ്ലാമിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നത്. ബോധന വഴിയിൽ കല്ലുകളും മുള്ളുകളും കനൽ ചീളുകളും ഒന്നൊന്നായി പതിച്ചപ്പോൾ അവിടുന്ന് സഹിച്ച സഹനത്തിന്റെ ഫലങ്ങളാണ് അന്നും ഇന്നും എന്നും ഇസ്ലാമിന്റെ വിജയ രഹസ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിന് മതനേതാക്കൾക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാഴ്ത്തേണ്ടി വന്നു എന്നതാണ് സത്യം. നമുക്ക് സത്യസരണി സമ്മാനിച്ച മുത്തിനെ സ്നേഹിച്ചും പ്രകീർത്തിച്ചും ഞങ്ങൾ ജീവിക്കണം. നിങ്ങളെ മാതാപിതാക്കളെക്കാളും സന്താനത്തെക്കാളും സർവസത്തേക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളാരും പരിപൂർണ വിശ്വാസികളാവില്ല എന്നാണല്ലോ അവിടുന്ന് തന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കണം, പ്രകീർത്തിക്കണം. എന്നാൽ അവിടുത്തോടൊപ്പം നാളെ നമുക്ക് ഒരുമിച്ച് കൂടാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ മത്സരം കഴിഞ്ഞയുടൻ